ഡാൻസ് ഓഫ് സംഘവും മയക്കുമരുന്ന് കടത്തുകാരും തമ്മിലുള്ള ഇടപാടിന്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ മീഡിയ വണ്ണിന്. മാരക മയക്കുമരുന്നുകൾ വാങ്ങാൻ മലപ്പുറത്തെ ഡാൻസ് ഓഫ് സംഘം ഇടപാടുകാരോട് ആവശ്യപ്പെടുന്ന ഓഡിയോ സന്ദേശം മീഡിയ വൺ പുറത്തുവിടുകയാണ്. മയക്കുമരുന്ന് സംഘത്തിന് പോലീസ് വാഹനത്തിന്റെ ബോർഡ് നൽകിയെന്നും സംഭാഷണത്തിൽ പറയുന്നുണ്ട്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. നമുക്ക് അങ്ങനെ വെച്ചാൽ നാളത്തെ പോയാലും നമുക്ക് അവിടെ ഒന്ന് പറഞ്ഞിട്ടാണ്ട് ഇതായിരിക്കുന്നപ്പോ അതെ ഞാൻ പറഞ്ഞല്ലേ എങ്ങനെയാണോ പറയണത് അത് അവിടെ വെച്ചാണ്ട് സാധനം നോക്കിട്ട് സാധനം മറ്റേ നമുക്ക് ഇനി അന്നത്തെ മാതിരി റൂമിൽ കൊണ്ടുവരാന്നാണ് പറഞ്ഞതാണ്. എത്ര പറഞ്ഞിപ്പോ ഞാൻ ഓനോട് ഒരു 50-40 അല്ല വല്ല പറഞ്ഞിരിക്കണത്. കൂടുതൽ വേണോ? ബാംഗ്ലൂർ മെനക്കെട്ട് പോലെ 8 മണിക്കൂറാണ്, ഒരു 100 കിട്ടണ്ടേ? ഇവൻ വയനാട്ടിലേക്ക് എത്തിക്കോ? നമുക്ക് വയനാട്ടിലേക്ക് എത്തിച്ചോ? അതിന് ഏറ്റവും അതിലേറെ നമുക്ക് അവിടെ പോയി ഞാൻ ചോദിക്കണം, എന്തിനാ ഈ 40-50 അവിടെ പോകാനാണ് നഷ്ടല്ലേ? ഡാൻസ് ഓഫിലെ ഒരു ഉദ്യോഗസ്ഥനും മയക്കുമരുന്ന് സംഘത്തിലെ അംഗവും സംസാരിക്കുന്ന ഓഡിയോ സംഭാഷണമാണ് കേട്ടത്. കേരളത്തിനകത്ത് നിന്നും പുറത്തുനിന്നും പണം കൊടുത്ത് എന്തിനാണ് ഡാൻസ് ഓഫ് മയക്കുമരുന്ന് വാങ്ങുന്നത്? ഡാൻസ് ഓഫിന്റെ പ്രവർത്തനങ്ങളിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് ഈ ഓഡിയോ സംഭാഷണം. മയക്കുമരുന്ന് വാങ്ങുന്നതിനായി ലഹരി സംഘത്തെ കൂട്ടുപിടിക്കുക മാത്രമല്ല, അവരുടെ വാഹനത്തിൽ വെക്കാൻ പോലീസിന്റെ ഔദ്യോഗിക ബോർഡും നൽകി. നീ എവിടെ? ഞാൻ നമ്മളെ വണ്ടി കൊണ്ട് വേറെ അടുത്ത് പോയതേനു, എന്റെ വൈഫിന്റെ വീട്ടിലേക്ക് പോയത്. അപ്പൊ അതിന്റെ ഉള്ളിലാണ് ബോർഡ് ഇറക്കുന്നത്. ഞാൻ അവിടെ ഇടവണ്ണുണ്ട്. അതന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ആ സാധനം എത്തിക്കണം. പോലീസ് ബോർഡാണത്. ഇല്ല, ഞാൻ ഡിക്കിയിലൊക്കെ കഴിച്ചിരിക്കാണ്. എവിടെ? എന്നിട്ട് ഇപ്പൊ വന്നിട്ടില്ലല്ലോ, പോന്നില്ലല്ലോ. ഞാനൊരു 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. ലഹരി സംഘവും ഡാൻസ് ഓഫും ഒന്നിച്ച് കോവിഡ് കാലത്ത് പോലും കേരളത്തിന് പുറത്തേക്ക് യാത്രകൾ നടത്തി. കോവിഡ് ബാധിച്ച ഉദ്യോഗസ്ഥനെ പ്രതി ഫോണിൽ വിളിക്കുന്നത് കേൾക്കാം ഇനി. നമ്മൾ തുണക്കാരൻ ഗൾഫിൽ സാധനം കുറഞ്ഞി. അതൊരു അവർക്ക് കുറഞ്ഞാലോ? കുഴപ്പമുണ്ടോ? ഓഫീസിൽ കൊടുത്താലോ? ഓഫീസിൽ കൊടുത്താലോ? വേണ്ടടാ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നീ ഇവിടുത്തെ പ്രതിയാണ്. ഇവിടെ വന്ന് കയറി ഇറങ്ങാൻ ആരെയും കണ്ടാലേ അല്ലെങ്കിൽ തന്നെ അന്ന് അവിടെ നടക്കില്ല. ഇന്നലെയും വിളി വന്നിട്ടുണ്ട് സഞ്ജീവന്. അന്ന് അറസ്റ്റ് ചെയ്യുന്നില്ലാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ജഗപോകാണ്. ഇവിടെ ഇല്ല വേണ്ട, എന്നാൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങും. പുറത്തുനിന്ന് വാങ്ങുന്നാല് നമ്മളിനി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അനക്ക് വെറുതെ പണി കിട്ടണ്ട. പോലീസിംഗിന്റെ മറവിൽ നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഡാൻസ് ഓഫ് നടത്തുന്നത്. ഈ ഓഡിയോ ക്ലിപ്പുകൾ ചില തെളിവുകൾ മാത്രം. നിരപരാധികളെ ഡാൻസ് ഓഫ് മയക്കുമരുന്ന് കേസിൽ കൊടുക്കുന്നതായി നിരവധി പരാതികളാണ് മലപ്പുറത്തുള്ളത്. മയക്കുമരുന്ന് വാങ്ങുന്നതുൾപ്പെടെ പുറത്തുവരുന്ന ഡാൻസ് ഓഫിന്റെ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ഈ ആരോപണം ശക്തിപ്പെടുത്തുന്നതാണ്. സാജിദ് അജ്മൽ, മീഡിയ വൺ, മലപ്പുറം.